ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് HSA ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മുടെ സിലബസിലെ മൊഡ്യൂൾ 4 ലിറ്റററി ക്രിറ്റിസിസത്തിലെ രസ തിയറിയാണ് ഇന്നത്തെ നമ്മളുടെ ചർച്ചാ വിഷയം. അപ്പോൾ രസ തിയറിയിലേക്ക് പോകുന്നതിന് മുന്നേ ഇന്ത്യൻ എസ്തെറ്റിക്സ് എന്താണ്, ഈസ്തെറ്റിസിസം എന്താണ്, പോയറ്റിക്സ് എന്താണ്, ഈ 3 ടേംസിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ വാട്ട് ഈസ് എസ്തെറ്റിക്സ്? Aesthetics means it is a study of beauty, or aesthetics is a branch which give the details of all in relation to the concept of beauty. Beauty എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? എസ്തെറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിൽ വിളിക്കാനായിട്ട് സാധിക്കും. എസ്തെറ്റിക്സ് എന്ന് പറയുന്ന പദവുമായിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരു പദമാണ് ഇത് പോയറ്റിക്സ് എന്നുള്ളത്. പോയറ്റിക്സ് എന്താണ് പോയറ്റിക്സ് എന്ന് പറഞ്ഞാൽ? പോയറ്റിക്സ് മീൻസ് ഇറ്റ്സ് ഡീൽസ് വിത്ത് ദ ഡെപ്പിക്ഷൻ ഓഫ് ലിറ്ററേച്ചർ. പോയറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിറ്ററേച്ചറിൻ്റെ തന്നെ ഒരു ഡെപ്പിക്ഷനാണ്. അതായത് ഒരു പോയട്രിക്കകത്ത് യൂസ് ചെയ്യുന്ന അലങ്കാരങ്ങൾ ആയിട്ടുള്ള ഡിക്ഷൻ, സ്റ്റൈൽ, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, അതിൻ്റെ എസ്തെറ്റിക് എക്സ്പീരിയൻസസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് പോയറ്റിക്സ് എന്ന് പറയാം. പോയറ്റിക്സിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പോയട്രിയെ തനത് രീതിയിൽ എൻജോയ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ദ നോളജ് ഓഫ് പോയറ്റിക്സ് ഈസ് എസെൻഷ്യൽ ഫോർ ദ എൻജോയ്മെൻറ്റ് ഓഫ് പോയട്രി. ഇന്ത്യൻ പോയറ്റിക്സിൻ്റെ ബേസിക് എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റിൽ നിന്നും സാൻസ്ക്രിറ്റിൽ നിന്നും തമിഴ് കോൺസെപ്റ്റിൽ നിന്നും ഒക്കെയാണ്. ശരിക്കും ഈ ഇന്ത്യൻ പോയറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഗൈഡിങ് ലിറ്റററി കോമ്പോസിഷൻ. ഇന്ത്യൻ പോയറ്റിക്സ് എന്ത് ചെയ്യുകയാണ്? ഒരു ലിറ്റററി കോമ്പോസിഷനെ, എന്ത് ലിറ്റററി വർക്കും ആയിക്കോട്ടെ, ഒരു പോയട്രി അല്ലെങ്കിൽ പ്രോസ് എന്തുമായിക്കോട്ടെ, അതിൻ്റെ ആ ഒരു ലിറ്റററി കോമ്പോസിഷനെ ഗൈഡ് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്? പോയറ്റിക്സ് ചെയ്യുന്നത്. പോയറ്റിക്സ് എന്ന് പറയുമ്പം അതെന്താണെന്ന് പറഞ്ഞു. ആ ഒരു ലിറ്റററി വർക്കിന്, ഒരു പോയം നമുക്കെടുക്കാം, ആ പോയത്തിന് അതിൻ്റെ എസ്തെറ്റിക് എക്സ്പീരിയൻസ്, അതിൻ്റെ ബ്യൂട്ടിയെ എംബലിഷ് ചെയ്യുന്ന എല്ലാ സാധനത്തിനെയും നമ്മൾ ഏത് പേരിട്ട് വിളിക്കാം? പോയറ്റിക്സ് എന്ന് പറയുന്ന ഒരു പേരിട്ട് വിളിക്കാൻ സാധിക്കും. അപ്പം ഇന്ത്യൻ എസ്തെറ്റീഷ്യൻസ് അത് ഈ ഒരു 8 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഫോർ ദ എൻജോയ്മെൻറ്റ് ഓഫ് പോയട്രി. ദ ഗ്രേറ്റ് ഇന്ത്യൻ എസ്തെറ്റീഷ്യൻസ് ഹാവ് ഫോർമുലേറ്റഡ് 8 എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ഫോർ ദ എൻജോയ്മെൻറ്റ് ഓഫ് പോയട്രി. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. അതാണ് രസ, ധ്വനി, അലങ്കാര, രീതി, ഗുണ, ദോഷ, ഔചിത്യ, വക്രോക്തി, അനുമാന. ഈ 8 സ്കൂൾസിൻ്റെ പ്രൊപ്പോണൻസിൻ്റെ പേരും അവിടെ കൊടുത്തിട്ടുണ്ട്. ദ 8 ലീഡിംഗ് സ്കൂൾസ് ആർ രസ സ്കൂൾ ഓഫ് ഭരത, ധ്വനി സ്കൂൾ ഓഫ് അനന്തവർദ്ധന, അലങ്കാര സ്കൂൾ ഓഫ് ബമാഹ, ഗുണ സ്കൂൾ ഓഫ് ആചാര്യ ദന്തിൻ, രീതി സ്കൂൾ ഓഫ് വാമന, വക്രോക്തി സ്കൂൾ ഓഫ് കുണ്ടക, ഔചിത്യ സ്കൂൾ ഓഫ് സേമന്ദ്ര, അനുമാന സ്കൂൾ ഓഫ് മഹിമ ഭട്ട. ഇത്രയുമാണ് ഇന്ത്യൻ എസ്തെറ്റീഷ്യൻസ് കോയിൻ ചെയ്തിട്ടുള്ള, ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻ്റ് ആസ്പെക്ട്സ് ഫോർ ദ എൻജോയ്മെൻറ്റ് ഓഫ് പോയട്രി. ഇതൊക്കെയാണ് രസ, ധ്വനി, അലങ്കാര, ഗുണ, രീതി, വക്രോക്തി, ഔചിത്യ, അനുമാന. ഇനി നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള രസ തിയറിയിലേക്ക് പോവാണ്. രസ തിയറി. Rasa theory is a vital part of Indian aesthetics. ഇന്ത്യൻ എസ്തെറ്റിക്സിൻ്റെ ഒരു വൈറ്റൽ പാർട്ട്, ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? രസമാണ്. ഇറ്റ് ഈസ് എ സം അപ്പ് ഓഫ് ഓൾ ഇമാജിനേറ്റീവ് എക്സ്പീരിയൻസ്. രസ ഈസ് ആക്ച്വലി ദ സം അപ്പ് ഓഫ് ഓൾ ഇമാജിനേറ്റീവ് എക്സ്പീരിയൻസസ്. ദാറ്റ് മീൻസ് ഒരു ലിറ്റററി വർക്ക്, എന്ത് ലിറ്റററി വർക്കും ആയിക്കോട്ടെ, ഒരു പോയട്രി എടുക്കുന്നു. ആ പോയട്രിയിൽ പോയറ്റ് തൻ്റെ ഇമാജിനേറ്റീവ് കപ്പാസിറ്റി യൂസ് ചെയ്ത് അദ്ദേഹം ഒരു പോയട്രി എഴുതുമ്പോൾ ആ എല്ലാ ഇമാജിനേറ്റീവ് എക്സ്പീരിയൻസിൻ്റെയും കൂടി ഒരു സമ്മപ്പാണ് രസ എന്ന് പറയുന്നത്.
So, the emotions within an individual in favorable circumstances evolve rasa and delight the Sahridaya. Rasa is the fountainhead of Indian aesthetics. ഇനി Bharata Muni is regarded as the proponent of Rasa theory. Bharata Muni's Natya Shastra, we get a details of Rasa theory. In the Natya Shastra, Bharata Muni encompassing a dictum or the definition for the Rasa theory. Vibhanubhava Vyabhigari Bhava Samyogat Rasa Nishpadi. ഭരതമുനി തൻ്റെ നാട്യശാസ്ത്ര എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിനകത്ത് രസയെക്കുറിച്ച് വളരെ ഭംഗിയായി ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. അതാണ് വിഭാനുഭാവ വ്യാഭികാരി ഭാവ സംയോഗത് രസ നിഷ്പതി. വിഭാനുഭാവ, അതിൽ തന്നെ 2 വേർഡുണ്ട്. ഏതൊക്കെയാണ്? വിഭാവാസ് ആൻഡ് അനുഭവാസ്. വ്യാഭികാരി ഭാവാസ്, വിഭാവാസും അനുഭവാസും വ്യാഭികാരി ഭാവാസും സംയോഗത്. സംയോഗത് മീൻസ് കൂടിച്ചേരുക, ഫ്യൂഷൻ ചെയ്ത് ഉണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത് രസനിഷ്പതി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അത് ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ടേം എന്തായിരുന്നു? വിഭാവാസ്. വിഭാവാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭാവാസ് മീൻസ് എനി ഒബ്ജക്ട്സ് ഓർ സിറ്റുവേഷൻസ് ഇൻ എവറി ലൈഫ് കോസ് ആൻഡ് ഇമോഷൻ. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 ആലംബന വിഭാവാസ് ആൻഡ് ഉദ്ദീപന വിഭാവാസ്. വിഭാവാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനി ഒബ്ജക്ട്സ് ഓർ സിറ്റുവേഷൻസ് ഇൻ എവറി ഡേ ലൈഫ് കോസ് ആൻഡ് ഇമോഷൻ. നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇമോഷൻ തോന്നിക്കുന്ന ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഏതൊരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, അതിനെ നമ്മൾ എന്ത് പറയുന്നു? വിഭവാസ് എന്ന് പറയുന്നു. അപ്പം നമ്മൾ ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്ക് ഒന്ന് അരിശം വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്കൊരു പെട്ടെന്നൊരു ചിരി വന്നു. അതൊക്കെ എന്താണ്? ആ ഒരു ഒബ്ജക്ട്സ്, അത് വരാനിടയാക്കിയ, അങ്ങനൊരു ഇമോഷൻ വരാനിടയാക്കിയ ഒബ്ജക്ട്സും സിറ്റുവേഷൻസും അതൊക്കെ നമ്മൾ എന്തെന്ന് പേരിട്ട് വിളിക്കുന്നു? വിഭവാസ് എന്ന് പേരിട്ട് വിളിക്കുന്നു. ഇനി ഈ വിഭവാസിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ആലംബന വിഭവാസ് ആൻഡ് ഉദ്ദീപന വിഭവാസ്. ആലംബന വിഭവാസിനെ നമുക്ക് വേറെ പേരിലും പറയാം. പ്രൈമറി എക്സൈറ്റൻസ് ഓർ സ്റ്റിമുലേറ്റിംഗ് എക്സൈറ്റൻ്റ് എന്ന് വിളിക്കാം. അതേപോലെ ഉദ്ദീപന വിഭാവാസിനെ എങ്ങനെ വിളിക്കാം? സെക്കൻഡറി ഓർ സ്റ്റിമുലേറ്റിംഗ് എക്സൈറ്റൻ്റ്. സോ വിഭാവാസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 2 primary or essential excitant called alambana vibhavas, then the secondary or stimulating excitant called uddipana vibhavas. ഇനി എന്താണ് ആലംബന വിഭാവാസ് എന്നും എന്താണ് ഉദ്ദീപന വിഭാവാസ് എന്നും നോക്കാം. ആലംബന വിഭാവാസ് ഈസ് കോൾഡ് പ്രൈമറി വിഭാവാസ്. ഐ ടോൾഡ് യു. Then primary vibhavas is the cause of emotion and secondary vibhavas is for that the emotion is projected to the surface. നമുക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടൊരു ഇമോഷൻ വന്നു, അതിന് കാരണക്കാരൻ ആരാണോ അല്ലെങ്കിൽ എന്താണോ, എന്ത് സിറ്റുവേഷനാണോ, എന്ത് ഒബ്ജക്റ്റാണോ, അതാണ് ആലംബന വിഭാവാസ്. ആ ഇമോഷൻസിനെ പ്രൊജക്റ്റ് ചെയ്യാൻ സഹായകമായത് എന്താണോ അതാണ് ഉദ്ദീപന വിഭാവാസ്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇവിടെ തന്നെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. വി വാണ്ട് ടു എറൗസ് ദ ടെറിബിൾ സെൻറ്റിമെൻറ്റ് ഓർ ഭയാനക രസ. ദ പ്രസൻസ് ഓഫ് ഗോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ ആലംബന വിഭാവാസ് ആൻഡ് ഓൾ റോ മെറ്റീരിയൽസ് ഹെൽപ്സ് ടു എറൗസ് ദാറ്റ് പെർട്ടിക്കുലർ ഇമോഷൻ ഈസ് ഉദ്ദീപന വിഭാവാസ്. അതായത് നമുക്ക് ഇപ്പം സപ്പോസ് ഒരു ടെറിബിൾ ആയിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ് അല്ലെങ്കിൽ പേടിയുള്ള ഒരു സെൻറ്റിമെൻ്റാണ് നമുക്ക് ഇറൗസ് ചെയ്യേണ്ടത് എന്ന് വെക്കുക. അപ്പം നമ്മളൊരു ഡ്രാമ നടത്തുന്നു, ആ ഡ്രാമയിൽ നമുക്ക് ഭയമുളവാക്കുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ അതിന് നമുക്ക് എന്ത് വേണം? ഒരു ഗോസ്റ്റിനെ നമ്മൾ അപ്പിയർ ചെയ്യിക്കുന്നു. ദ പ്രസൻസ് ഓഫ് ഗോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ ആലംബന വിഭാവാസ്. അപ്പോൾ ആ ഒരു ടെറിബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഗോസ്റ്റിൻ്റെ പ്രസൻസിലാണ് അവിടെ എന്ത് വന്നത്? ഒരു ഫിയർഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഗോസ്റ്റിൻ്റെ പ്രസൻസ് എന്നുള്ളതാണ് അവിടുത്തെ പ്രൈം ഫാക്ടർ. അതാണ് എന്താ? ആലംബന വിഭാവാസ്. അപ്പോൾ ഈ ഗോസ്റ്റിൻ്റെ പ്രസൻസ് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അകമ്പടി സേവിക്കുന്ന
പ്രതിരോധിക്കാൻ കുറച്ച് സൗണ്ട്സൊക്കെ വരുമല്ലോ, വവ്വാലിൻ്റെ ചെറുകടി സൗണ്ട്, പൂച്ച അലയ്ക്കുന്ന സൗണ്ട്, അങ്ങനത്തെ സൗണ്ടൊക്കെ എന്താണ് ഈ നമ്മളിലുള്ള ആ ഒരു ഫിയർഫുൾനെസ്സിനെ പ്രൊജക്റ്റ് ചെയ്യാൻ, പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു ആൻസിലറി ഇമോഷൻസ്, ആൻസിലറി റോ മെറ്റീരിയൽസ് ഓർ ഹെൽപ്പിംഗ് റോ മെറ്റീരിയൽസ്, ആ റോ മെറ്റീരിയൽസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഉദ്ദീപാന ഇമോഷൻസ് അല്ലെങ്കിൽ ഉദ്ദീപാന വിഭവാസ് എന്ന് പറയുന്നത്. ഇനി അതൊന്ന് വായിച്ചു നോക്കിയേ. Primary emotions or the primary vibhavas or the alambana vibhavas are the cause of emotions. ആ പർട്ടിക്കുലർ ഇമോഷൻസിന് കാരണമായിട്ടുള്ള ഒബ്ജക്ട്സ്, സിറ്റുവേഷൻസ് മെയിനായിട്ട് എന്താണോ അതാണ് ആലംബന വിഭാവാസ്. ആ നമ്മളുടെ ഉള്ളിലുള്ള ആ ഇമോഷൻസിനെ പുറത്ത് കൊണ്ടുവരാൻ, പ്രൊജക്റ്റഡ് ടു ദ സർഫസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നതായിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ് ഏത്, ഉദ്ദീപാന വിഭാവാസ് എന്ന് പറയുന്നത്. അപ്പം വിഭാവാസ് പറഞ്ഞു, അനുഭവാസ് പറഞ്ഞു. ഇനി അടുത്തത് അനുഭവാസാണ്. അനുഭവാസ് മീൻസ് ഇറ്റ്സ് എ വോളണ്ടറി ബോഡ്ലി ചേഞ്ചസ് ദറ്റ് ഒക്കർ ഇൻ എ പേഴ്സൺ വിത്ത് ദ ഇമോഷൻസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫിയർഫുൾ ആയിട്ടുള്ള ആ ഒരു ഫീലിംഗ് നമ്മളുടെ ഉള്ളിലുണ്ടാക്കുമ്പോൾ അതെന്താണ്, അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ ചില ബോഡ്ലി ചേഞ്ചസ് ചിലപ്പോൾ നമ്മൾ അലയ്ക്കും അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ നമ്മളുടെ പെട്ടെന്ന് ആ ഒരു ഇമോഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളിലുണ്ടാകുന്ന ആ ഒരു ബോഡിലി ചേഞ്ചസ് അതെന്തായിരിക്കും, വോളണ്ടറി ആയിരിക്കും, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ബോഡ്ലി ചേഞ്ചസ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, അനുഭവാസ് എന്ന് പറയുന്നത്. അപ്പം വിഭാവാസ്, അനുഭവാസ്. ഇനി അടുത്തത് വ്യാഭികാരി ഭാവാസ്. വ്യാഭികാരി ഭാവാസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, ആർ ദ കൾട്ടിവേറ്റഡ് ഫീലിങ്സ് ഇൻ മാൻ. ഇറ്റ് ഈസ് എ ട്രാൻസിയൻറ്റ് ഫീലിങ്സ് ദാറ്റ് ആർ കൾട്ടിവേറ്റഡ് ആൻഡ് നോട്ട് ഇൻഹെറിറ്റഡ്. ദേ ആർ റിഗാർഡഡ് ആസ് ഇൻകേപ്പബിൾ ഓഫ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് and they are 33 in numbers. വ്യാഭികാരി ഭാവാസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ജീവിത സാഹചര്യം കൊണ്ട് നമ്മളിൽ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇമോഷൻസിനെയാണ് വ്യാഭികാരി ഭാവാസ് എന്ന് പറയുന്നത്. അത് 33 ആണ് ഉള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസൂയ, അതൊരു വ്യാഭികാരി ഭാവമാണ്. അസൂയ എന്ന് പറഞ്ഞാൽ എന്താണ്, ജലസി അഥവാ എൻവി, ആരോടെങ്കിലും തോന്നുന്ന ഒരു ജലസിയാണ് അസൂയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ അസൂയ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻബോൺ ക്വാളിറ്റി അല്ല, നമ്മളുടെ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പല കാര്യങ്ങളിൽ നിന്നും നമ്മളിൽ കൾട്ടിവേറ്റ് ചെയ്യപ്പെട്ട് വരുന്ന ഒരു ഫീലിംഗ് ആണ് അസൂയ എന്ന് പറയുന്നത്. ആലസ്യ എന്ന് പറയുന്നത് മറ്റൊരു വ്യാഭികാരി ഭാവമാണ്. എന്താണത്, ലെഥാർജി അല്ലെങ്കിൽ ലേസിനെസ്, മടി എന്ന് പറയുന്നത്. അതെന്താണ്, അതും നമ്മൾ ഇൻബോൺ ആയിട്ടുള്ളതല്ല, അതും സാഹചര്യങ്ങൾ കൊണ്ട് സാഹചര്യങ്ങൾ നമ്മളെ മടിയന്മാരും മടിച്ചികളും ആക്കി മാറ്റുന്നതാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആലസ്യ അഥവാ ലെഥാർജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ വ്യാഭികാരി ഭാവാസ് അതുപോലെ 33 ആണുള്ളത്. 2-3 എണ്ണത്തിൻ്റെ പേരും കൂടെ പറയാം. മോഹ, സ്മൃതി, ഹർഷ, വേഗ, എക്സൈറ്റ്മെൻറ്റ് എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആ 33 വ്യാഭികാരി ഭാവാസ് ഇവിടെ പറയുന്നുണ്ട്. അപ്പം വിഭാവാസും അനുഭവാസും വ്യാഭികാരി ഭാവാസിൻ്റെയും ഒരു ഫ്യൂഷനാണ് എന്തെന്ന് പറയുന്നത്, രസ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് എന്ന് പറയുന്നത്. അടുത്തത് സ്ഥായി ഭാവാസ്. സ്ഥായി ഭാവാസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഈ രസ തിയറിയിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. എന്താണ് സ്ഥായി ഭാവ? സ്ഥായി ഭാവ ഈസ് a permanent emotions inherent in human beings and can be converted into rasas by proper representations like ആംഗിക, വാചിക, ആഹാര്യ ആൻഡ് സാത്വിക. അപ്പോൾ സ്ഥായി ഭാവാസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഒരു വ്യക്തിക്ക് അവൻ്റെ ബേസിക് ആയിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള അവനിലുള്ള ഇമോഷൻസിനെയാണ് സ്ഥായി ഭാവാസ് എന്ന് പറയുന്നത്. ആ സ്ഥായി ഭാവാസിനെ അതിൻ്റെ കറസ്പോണ്ടിങ് രസാസ് ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. എങ്ങനെ? ബൈ ദ പ്രോപ്പർ റെപ്രസെൻറ്റേഷൻസ് ലൈക്ക് ആംഗിക എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റേഴ്സ്, കൈകൾ കൊണ്ടുണ്ടാകുന്ന ആംഗ്യങ്ങളാണ്. വാചിക എന്ന് പറഞ്ഞാൽ അത് വെർബൽ അട്ടറൻസസ് ത്രൂ ദ സ്പോക്കൺ വേർഡ്സ്. ആഹാര്യ മീൻസ് പ്രോപ്പർ എംബലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെക്കറേറ്റ് ചെയ്ത് പൊടിപ്പും തൊങ്ങലും വെച്ച് സംസാരിക്കുക, ചെയ്യുക, പറയുക, കേട്ടിട്ടില്ലേ, അതാണ് ആഹാര്യ. ദെൻ സാത്വിക മീൻസ് ടെമ്പറമെൻ്റൽ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ പെട്ടെന്ന് ചിലപ്പം മൂഡ് ചേഞ്ച് ആവുന്നു. മൂഡ്സ് ഓഫൺ ചേഞ്ചസ് ആണല്ലേ, വേഗം നമ്മളുടെ സ്ഥിരമായിട്ടുള്ളതല്ലാതെ പെട്ടെന്ന് മൂഡ് ചേഞ്ച് ആകുന്ന തരത്തിലുള്ള ക്വാളിറ്റീസ്, അതിനെയാണ് സാത്വിക എന്ന് പറയുന്നത്.
അപ്പം ഈ എന്ത് പറഞ്ഞു, സ്ഥായി ഭാവാസ് എന്ന് പറഞ്ഞാൽ ഒരാളിലുള്ള പെർമനൻ്റ് ഇമോഷൻസിനെയാണ്. ആ ഇമോഷൻസിനെ നമുക്ക് എന്തായിട്ട് മാറ്റാൻ പറ്റും? കറസ്പോണ്ടിങ് രസാസ് ആയിട്ട് മാറ്റാൻ പറ്റും. എന്തിൻ്റെ സഹായത്തോടുകൂടി? ആംഗികായും വാചിക ആഹാര്യ സാത്വികയുടെ സഹായത്തോടുകൂടി നമുക്കതിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നു. ഈ സാത്വിക ഭാവാസ 8 ആണുള്ളത്, 8 ഇൻ നമ്പേഴ്സ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, സ്ഥായി ഭാവാസ് ഒന്ന് രതി എന്ന് പറയുന്ന സ്ഥായി ഭാവത്തിനെ അതിൻ്റെ രസ ആയിട്ട് വരുന്ന ശൃംഗാര രസത്തിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അപ്പം രതി എന്ന് പറയുന്നത് ശൃംഗാര രസത്തിലേക്ക് മാറ്റുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇമോഷൻ എന്താണ്? ലവ് എന്ന് പറയുന്ന ഒരു ഇമോഷനാണ്. അപ്പം ആ ഒരു രതിയെ ശൃംഗാര രസത്തിലേക്ക് ആക്കണമെങ്കിൽ എന്തിൻ്റെയൊക്കെ ആവശ്യമുണ്ട്? വെർബൽ അട്ടറൻസസ് അല്ലെങ്കിൽ ജെസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒരു ആവശ്യമുണ്ട്. എങ്കിലേ അവിടെ ഒരു ശൃംഗാരം, ഒരു ലവ് മേക്കിംഗ് അവിടെ ഉണ്ടാകത്തുള്ളൂ. അടുത്തത് ഹസ എന്ന് പറയുന്ന സ്ഥായി ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഹാസ്യമാണ്. ഹാസ്യം എന്ന് പറയുമ്പോൾ ലാഫ്റ്ററാണ്. ചിരി എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ ഉണ്ടാകണമെങ്കിൽ അവിടെ എന്ത് വേണം? ആരെങ്കിലും ഒന്നെങ്കിൽ ആംഗ്യ ഭാഷ കാണിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ ആരെങ്കിലും ആഹാര്യ പ്രോപ്പർ എംബലിഷ്മെൻറ്റ് പൊടിപ്പും തൊങ്ങലും വെച്ച് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ആ രീതിയിൽ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ സ്ഥായി ഭാവം എന്തായിട്ട് മാറത്തുള്ളൂ? കറസ്പോണ്ടിങ് രസാസ് ആയിട്ട് മാറത്തുള്ളൂ. ശോക ഈസ് എ സ്ഥായി ഭാവ ആൻഡ് കറസ്പോണ്ടിങ് രസ ഈസ് കരുണ. ക്രോധ രൗദ്ര, ഉത്സാഹ വീര, ഭയാനക, ജുഗുപ്സ ബീഭത്സ, വിസ്മയ അദ്ഭുതം. അപ്പം ക്രോധ എന്ന് പറയുന്ന സ്ഥായി ഭാവം അത് എന്താണ്? ആംഗിക വാചിക ആഹാര്യ സാത്വികയുടെ സഹായത്തോടുകൂടി എന്താണ്? രൗദ്രഭാവമായിട്ട് മാറുന്നു. അപ്പോൾ അവിടുത്തെ ഇമോഷൻ എന്തായിരിക്കും വരുന്നത്? ആങ്കറായിരിക്കും, അരിശമായിരിക്കും. ഉത്സാഹ വീര എന്ന് പറയുമ്പം എന്താണ്? എന്ത് ഇമോഷൻ ആയിരിക്കും എന്നറിയാമോ? അവിടെ എന്തൂസിയാസ്യമായിരിക്കും, വളരെ എനർജറ്റിക് ആയിരിക്കും. ഭയാനക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ടെററാണ്, പേടിയാണ്. ജുഗുപ്സ ബീഭത്സ അവിടെ വരുന്ന ഇമോഷൻ ഡിസ്ഗസ്റ്റ് ആണ്. ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുപ്പാണ്. ജുഗുപ്സ ബീഭത്സ എന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ ഇമോഷൻ എന്താണ് വരുന്നത്? ഡിസ്ഗസ്റ്റ് എന്ന് പറയുന്ന ഇമോഷനാണ് അവിടെ വരുന്നത്. ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുപ്പാണ് വരുന്നത്. അടുത്തത് വിസ്മയ അദ്ഭുത എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം വിസ്മയ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? അത്ഭുതമാണ്, അസ്റ്റോണിഷ്മെൻ്റ് ആണ്, സർപ്രൈസ് ആണ്. അപ്പം സ്ഥായി ഭാവാസ് 3 പോയിൻറ്റേ ഞാൻ പറഞ്ഞുള്ളൂ. സ്ഥായി ഭാവാസ് എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ഇമോഷനാണ്. അതിനെ നമുക്ക് കറസ്പോണ്ടിങ് രസമായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. സ്ഥായി ഭാവാസ 8 ഇൻ നമ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് രസാസും അതിൻ്റെ ഡോമിനൻ്റ് ഇമോഷൻസും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു പോയിൻ്റാണ് സാത്വിക ഭാവാസ്. സാത്വിക ഭാവാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഇമോഷൻസ് ദാറ്റ് ആർ മാനിഫെസ്റ്റഡ് ബൈ ഇൻവോൾവെൻ്ററി സ്റ്റേറ്റ്സ് കോൾഡ് സാത്വിക ഭാവാസ്. ഇൻവോളണ്ടറി സ്റ്റേറ്റ്, ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ കൺട്രോളിന് അപ്പുറത്തായിട്ട്. ഇപ്പം നമ്മളുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നു, അതെന്താണ്? ഇപ്പം നിൽക്കണം എന്ന് വിചാരിച്ചാൽ നിൽക്കാൻ പറ്റില്ല. നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം വർക്ക് ചെയ്യുന്നു, അത് നമുക്ക് നിർത്താൻ പറ്റില്ല. നമ്മളിപ്പം തുമ്മുന്നു, അപ്പം നമ്മൾ അത് ഇൻവോളണ്ടറിയാണ്. നമുക്കിപ്പം തുമ്മണ്ട എന്ന് വിചാരിച്ചാലും വേണമെങ്കിൽ പിടിച്ചു നിർത്താം. എന്നാലും ഈ തുമ്മൽ വരുന്നത് എന്താണ്? ഇൻവോളണ്ടറി ആയിട്ട് വരുന്ന ഒരു സംഗതിയാണ്. അപ്പം ഇമോഷൻസ് മാനിഫെസ്റ്റഡ് ബൈ ഇൻവോളണ്ടറി സ്റ്റേറ്റ്സ് കോൾഡ് സാത്വിക ഭാവാസ്. അതിനെയാണ് എന്ത് പറയുന്നത്? സാത്വിക ഭാവാസ് എന്ന് പറയുന്നത്. ബ്ലഷിങ് ഓഫ് അവർ ചീക്സ്, ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ കവിള് ചുവക്കുന്നു, അത് ഇൻവോളണ്ടറിയാണ്. ആൻഡ് പെർസ്പയറിങ്, നമ്മൾ എന്ത് ചെയ്യുന്നു? ചിലപ്പം വിയർക്കുന്നു, അപ്പം അതെന്താണ്? നമ്മുടെ ഇൻവോളണ്ടറി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതിനെയാണ് എന്ത് പറയുക? സാത്വിക ഭാവാസ് എന്ന് പറയുന്നത്. സാത്വിക ഭാവാസ് ഈസ് ഓൾസോ 8 ഇൻ നമ്പേഴ്സ്. അതൊക്കെയാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ അദ്ദേഹം 8 സാത്വിക ഭാവാസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നാണ് സ്തംഭ, ശ്വേത, രോമാഞ്ച, സ്വരഭംഗ, വിപത്ത, വൈവർണ്യ, അശ്രു, പ്രളയ. ഇത്രയും 8 സാത്വിക ഭാവാസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം ഈ സാത്വിക ഭാവാസിൽ ഒന്നാമത്തേതാണ് സ്തംഭ അഥവാ സ്റ്റുപ്പിഫാക്ഷൻ, സ്തംഭനം. എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്കും സ്തംഭിച്ച് നിൽക്കുക, സ്തംഭനം. അതിനെയാണ് സ്റ്റുപ്പിഫാക്ഷൻ എന്ന പേരിട്ട് നമുക്ക് വിളിക്കുന്നത്. എന്താണ് സ്റ്റുപ്പിഫാക്ഷൻ? സ്തംഭ മീൻസ് സ്റ്റുപ്പിഫാക്ഷൻ, സ്റ്റുപ്പിഫാക്ഷൻ. സ്തംഭ മീൻസ് സ്റ്റുപ്പിഫാക്ഷൻ. അതിന് സ്തംഭനം എന്നതുകൊണ്ടാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്, സ്തംഭനം. സെക്കൻഡ് വന്ന് ശ്വേത എന്ന് പറയും. ശ്വേത മീൻസ് പെർസ്പിരേഷൻ. ശ്വേത എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വേത മീൻസ് പെർസ്പിരേഷൻ.
ശ്വേത മീൻസ് പെർസ്പിറേഷൻ. പെർസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിയർക്കുന്നതിനാണ് ശ്വേത എന്ന് പറയുന്നത്. രോമാഞ്ച മീൻസ് രോമാഞ്ചം ഉണ്ടാകത്തില്ലേ, അതിനെയാണ് രോമാഞ്ച എന്ന് പറയുന്നത്. അതിനൊരു വേർഡുണ്ട്, അതാണ് ഹോറിപ്പിലേഷൻ. ഇതാണ് ഹോറിപ്പിലേഷൻ. അപ്പം ആ രോമാഞ്ച എന്ന് പറയുന്നതിൻ്റെ ഒരു വേർഡാണ് ഹോറിപ്പിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് രോമാഞ്ചം വരിക എന്ന് നമ്മൾ പറയത്തില്ലേ, അതിനെയാണ് ഹോറിപ്പിലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ സ്വരഭംഗ, ഡിസ്റ്റർബൻസ് ഓഫ് സ്പീച്ച്. അപ്പം എന്താണ്, നമുക്ക് എന്തോ പറയാനുണ്ട്, ചിലപ്പം പേടിയാകാം, ചിലപ്പം നാണമാകാം, നമ്മളുടെ തൊണ്ടയിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്, ഡിസ്റ്റർബൻസ് ഓഫ് സ്പീച്ച്, അല്ലെങ്കിൽ സ്പീച്ച് പതറുക, അതിനെയാണ് സ്വരഭംഗ പറയുന്നത്. ഇനി വിപത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിപത്ത് മീൻസ് ട്രെംപ്ലിങ്, ഭയമാണ് വിപത്ത്, ട്രെംപ്ലിങ്. വൈവർണ്യ മീൻസ് ചേഞ്ച് ഓഫ് കളർ ചേഞ്ച്. അശ്രു ടിയേഴ്സ്. പ്രളയ മീൻസ് ഫെയിൻറ്റ്. അപ്പോൾ ഇത്രയാണ് ഈ സാത്വിക ഭാവാസ് ഭരതമുനി പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളതാണ് അങ്കിരസ ആൻഡ് അംഗരസ. എന്തൊക്കെയാണ്? അങ്കിരസ ആൻഡ് അംഗരസ. എന്താണ് അങ്കിരസ, എന്താണെന്ന് നോക്കാം. അംഗരസ, presence of one dominant emotions and their corresponding emotions in an ideal literary work is called angirasa and other ancillary emotions called angarasa. അപ്പം എന്താണ് അങ്കിരസ എന്ന് പറയുന്നത്? ഇപ്പം നമ്മളൊരു ലിറ്റററി വർക്ക് എടുക്കുന്നു, ഒരു പോയം എടുക്കുന്നു. ആ പോയത്തിനകത്ത് ചിലപ്പം എന്തിനെക്കുറിച്ചായിരിക്കാം? ലവിനെ കുറിച്ചായിരിക്കാം ആ പോയം. ചിലപ്പം എന്തെങ്കിലും സോറോഫുൾ ആയിട്ടുള്ള ഒരു പോയം ആയിരിക്കും. അപ്പം ലവിനെ കുറിച്ചിട്ടുള്ള ഒരു പോയം ആണെങ്കിൽ അതിനകത്തിൽ ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഇമോഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ലവ് ആയിരിക്കും. രതി എന്ന് പറഞ്ഞ സ്ഥായി ഭാവമായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ രസം ഏതാണ്? ശൃംഗാര രസമായിരിക്കും അതിനകത്തിൽ ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഏതൊരു ലിറ്റററി വർക്കാണെങ്കിലും അതിൽ ഡൊമിനൻ്റ് ആയിട്ടൊരു ഇമോഷൻ കാണും, അതാണ് അങ്കിരസ. അതിനെ സഹായിക്കാനായിട്ട് ആൻസിലറി ഇമോഷൻസ്, ഹെൽപ്പിംഗ് ഇമോഷൻസ് ആയിട്ട് കാണുന്ന, സബ്സിഡറി ആയിട്ട്, സെക്കൻഡറി ആയിട്ട് കാണുന്ന ബാക്കി കാര്യങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അംഗരസാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോക്കി, പ്രസൻസ് ഓഫ് വൺ ഡോമിനൻറ്റ് ഇമോഷൻസ്, ഏതെങ്കിലും ഒരു ഡൊമിനൻ്റ് ആയിട്ട് ഒരു ഇമോഷൻസിൻ്റെ പ്രസൻസ് കാണും, അതിനെ ആണ് ഒരു ഐഡിയൽ ലിറ്റററി വർക്കിനകത്ത് ഒരു ഡൊമിനൻ്റ് ഇമോഷൻ കാണും, അതിനെയാണ് അങ്കിരസ എന്ന് വിളിക്കുന്നത്. ആൻഡ് ആൻസിലറി ഇമോഷൻസ്, ആൻസിലറി മീൻസ് ഹെൽപ്പിംഗ് ഇമോഷൻസ്, അതിനെയാണ് അംഗരസ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു രസ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് എല്ലാം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഫ്രഷപ്പ് ചെയ്യാം. എസ്തെറ്റിക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ 8 ലീഡിങ് സ്കൂൾസ് എസ്തെറ്റിക്സിൻ്റെ തിയറീസാണ് പറയുന്നത്. അതിൽ ഫസ്റ്റാണ് രസ തിയറി. അതിൽ വിഭാനുഭാവ, വ്യാപികാരി ഭാവ, സംയോഗ, രസനിഷ്പതി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ഡിക്റ്റം ഭരതമുനി തൻ്റെ നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം അത് ഓരോന്നും, വിഭാവാസ് എന്താണ്, അനുഭവാസ്, വ്യാപികാരി ഭാവാസ്, ഇതെല്ലാം കൂടെ കൂടി ചേരുന്നപ്പോഴാണ് രസ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. ഇനിയും അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞതാണ് സ്ഥായി ഭാവാസ്. അവിടെ സ്ഥായി ഭാവാസ് ഉണ്ടെന്നും അത് ഏതൊക്കെയാണ്? സ്തംഭ, ശ്വേത, രോമാഞ്ച, സ്വരഭംഗ, വിപത്ത്, വൈവർണ്യ, അശ്രു, പ്രളയ ആണെന്നും പറഞ്ഞു. അതിനെക്കുറിച്ചും പറഞ്ഞു. ഇനി ലാസ്റ്റിൽ പറഞ്ഞ ഒരു മെയിൻ ടോപ്പിക്കാണ് അങ്കിരസ ആൻഡ് അംഗരസ. അങ്കിരസ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഒരു ഐഡിയൽ ലിറ്റററി വർക്കിനകത്ത് ഡൊമിനൻ്റ് ആയിട്ടൊരു ഇമോഷൻ കാണും, അത് അങ്കിരസയും സബ്സിഡിയറി ആയിട്ടുള്ള ഇമോഷൻസിനെ അംഗരസാസ് എന്നും പറയുന്നു. ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. The peculiarity of rasa is the active participation of readers, and their mind should be free from all the skepticism and have filled with a feeling of one with the poet. അപ്പം രസ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടോട്ടൽ റെസ്പോൺസ് ഓൺ ദ പാർട്ട് ഓഫ് റീഡേഴ്സ്. അപ്പം രസ എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുന്നത്, ആ രസ എന്ന് പറയുന്ന ആ ഒരു ഇമോഷൻ വരുന്നത് ആരിലാണ്? ആസ്വാദകരിലാണ്, റീഡേഴ്സിലാണ്, സഹൃദയാസിലാണ്. അപ്പം ഇന്ത്യൻ എസ്തറ്റീഷ്യൻസിനെ എൻ്റെ അഭിപ്രായത്തിൽ അവർ പറയുന്നത്, അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആർക്കാണ്? റീഡേഴ്സിനാണ്, സഹൃദയാസിനാണ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു പോയം, ഒരു ലിറ്റററി വർക്ക് വായിച്ച് കഴിയുമ്പോൾ, നമുക്കത് ആസ്വദിച്ച് കഴിയുമ്പോൾ നമ്മളത് എന്തായിട്ട് മാറണം? ഹാവ് ഫിൽഡ് അവർ മൈൻഡ്, റീഡേഴ്സ് മൈൻഡ് ഫിൽഡ് വിത്ത് എ ഫീലിംഗ് ഓഫ് വൺ വിത്ത് ദ പോയിറ്റ്. പോയിറ്റിന് അത് എഴുതിയപ്പോൾ ഉണ്ടായ ആ ഒരു എസ്തെറ്റിക് എക്സ്പീരിയൻസ്, ആ ഒരു അനുഭൂതി ആരിലും ഉടലെടുക്കണം.
വായിക്കുന്ന സഹൃദയാസിലും ആ സെയിം ഫീലിംഗ് തന്നെ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു ഒരു ബ്യൂട്ടിഫുൾ വർക്ക് അവിടെ ജനിക്കുകയുള്ളൂ. ആ വർക്ക് ഒരു സ്റ്റാൻഡേർഡ് ഐഡിയൽ ലിറ്റററി വർക്കാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ എന്നും പറയുന്നു. അപ്പം ഇത്രയാണ് ഈ രസ തിയറിയെക്കുറിച്ച് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പം ഈ തിയറി പലർക്കെങ്കിലും ഒരു ബാലികേറ മലയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാകും. പക്ഷെങ്കിൽ ഈ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ അത് ഏറെക്കുറെ മാറിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. HSAയുടെ ആ ഒരു സിലബസുമായിട്ട് ബന്ധപ്പെട്ട് ഈ രസ തിയറിക്കകത്ത് വരേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം പോയിൻ്റ് ബൈ പോയിൻറ്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പോയിൻറ്റ്സ് മാത്രമേ ഈ തിയറിയിൽ വരാൻ ഉള്ളൂ താനും. അപ്പം ഈ ഒരു കാര്യങ്ങൾ അവിടെ പഠിക്കുക. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.